ഇടപ്പള്ളി മണ്ണുത്തി നാലുവരി പാതയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ 3 ആഴ്ച കൊണ്ട് പരിഹരിക്കാമെന്ന് ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിയിൽ. ഗതാഗത കുരുക്ക് പരിഹരിക്കും വരെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന ഹർജിയാണ് കോടതി പരിഗണിക്കുന്നത്. ബിനിൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബിനിൽ, എപ്പോഴും ആളുകളുടെ പ്രശ്നങ്ങൾ രൂക്ഷമായി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടും പണം കൊടുക്കേണ്ടി വരുമ്പോൾ ആരായാലും ചിന്തിക്കുന്നത് എന്തിനാണ് കൊടുക്കുന്നത്. എന്തായാലും കോടതിയിൽ കൂടി ആ കാര്യം വരുന്നു. ദേശീയപാത അതോറിറ്റി പരിഹരിക്കുമെന്ന് പറയുന്നു. എന്താണ് വിവരം? ദിവിഷയെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അങ്കമാലിക്കും തൃശ്ശൂരിനും ഇടയിൽ യാത്ര ചെയ്യണമെങ്കിൽ ഇപ്പോൾ മണിക്കൂറുകൾ വേണ്ട അവസ്ഥയാണ്. പ്രത്യേകിച്ച് ആ ഭാഗത്ത് നിരവധി അണ്ടർപാസുകൾ നിർമ്മിക്കുന്നുണ്ട്. ആ അണ്ടർപാസുകൾ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി വഴി തിരിച്ചു വിടുകയാണ് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ടോൾ നൽകി യാത്ര ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റോഡിലൂടെ യാത്ര ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ അവിടെ ഇപ്പോൾ നടക്കുന്നത് ഈ ടോൾ ഇല്ലാത്ത മറ്റ് റോഡുകളിലൂടെ ആളുകൾക്ക് സഞ്ചരിക്കേണ്ടി വരുന്നു. പകരം അവർ ടോൾ നൽകേണ്ടിയും വരുന്നു. ഈ ഒരു ദുരവസ്ഥയാണുള്ളത്. അതോടൊപ്പം തന്നെ മണിക്കൂറുകൾ കാത്തു കിടക്കേണ്ടി വരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ടോൾ പിരിവ് അടിയന്തരമായി നിർത്തിവയ്പ്പിക്കണം എന്ന ആവശ്യവുമായി ഒരു പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വരുന്നത്. ആ പൊതുതാൽപര്യ ഹർജി കഴിഞ്ഞ കുറച്ചധികം ദിവസമായി ഹൈക്കോടതി പല ഘട്ടങ്ങളിലായി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ആ കോടതി NHAയോട് ചോദിച്ചത് ഈ പ്രശ്നം എന്ന് പരിഹരിക്കാൻ കഴിയും എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. ഒടുവിൽ ഇപ്പോൾ NHA പറഞ്ഞിരിക്കുന്നു 3 ആഴ്ച കൊണ്ട് ആ ഗതാഗത കുരുക്കിന് പരിഹാരമാകും എന്നതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന മറുപടി. അത് എത്രമാത്രം പ്രായോഗികമാണ്, അത് നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വലിയ സംശയമുള്ള കാര്യമാണ്. എന്തായാലും കോടതി അന്തിമമായ ഒരു ഉത്തരവിലേക്ക് പോവുകയാണ്. ആ ഉത്തരവ് ഉണ്ടാകും. ഇന്നൊരു ഇടക്കാല ഉത്തരവെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി അത് കോടതി വെബ്സൈറ്റിൽ ഇടുമ്പോഴായിരിക്കും എന്തൊക്കെ നിർദ്ദേശങ്ങളായിരിക്കും കോടതിയുടെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്നതെന്ന് അറിയാൻ കഴിയുള്ളൂ. എന്തായാലും ഈ ടോൾ പിരിവ് നിർത്തിവയ്പ്പിക്കുക എന്ന രീതിയിലേക്ക് കോടതി പോവുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമായി മാറുകയും ചെയ്യും. എന്തായാലും അത്തരത്തിൽ കടുത്ത നിലപാടിലേക്ക് കോടതി പോകുമോ ഇല്ലയോ, അതോ ഇപ്പോൾ NHA നൽകിയിരിക്കുന്ന വിശദീകരണത്തിനനുസരിച്ച് ഒരു 3 ആഴ്ച കൂടി കാത്തിരിക്കാൻ കോടതി തയ്യാറാകുമോ, അതാണ് ഇനി അറിയേണ്ടത്. ശരി.